എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യോ? ഞാൻ എന്താ പറയണ്ട വീട്ടിലുള്ള വർക്കൗട്ടേ ഉള്ളൂ അത്യാവശ്യം. ഈ വർക്കൗട്ടാണ് ഇല്ല, അതുകൊണ്ട് ഇടയ്ക്ക് ചെറിയ പുഷപ്സും പൈസ അങ്ങനത്തെ ചെറിയ വർക്കൗട്ടേ ഉള്ളൂ. ജിമ്മിൽ പോയിട്ടുള്ള ജിമ്മിൽ ഞാൻ കുറച്ചും കൂടെ ഒരു 1-2 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് പോകാൻ വിചാരിക്കുന്നു. അമ്മ പറഞ്ഞു അപ്പൊ പോയാൽ മതി. അമ്മ പറഞ്ഞു ഹൈറ്റ് വെക്കൂല, ഹൈറ്റ് വെച്ചിട്ട് ഓക്കെ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് മസിൽസ് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് സ്ട്രോങ് ആയതിനു ശേഷം പോവാന്നല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഈ ഒരു കാര്യം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ മോനോട് ചോദിച്ചാൽ അറിയാൻ മേല. പക്ഷെ എന്നാലും നിങ്ങൾ എപ്പോഴെങ്കിലും അച്ഛനോട് അമ്മയോട് ചോദിച്ചിട്ടുണ്ടാവും. മോനെ ഇപ്പം ശരിക്കും ചേട്ടന് ചിദംബരം എന്നും മോന് ഗണപതി എന്നൊക്കെ അച്ഛൻ പേരിട്ടില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടാവില്ലേ അച്ഛൻ്റെ അടുത്ത് എന്താ അങ്ങനെ പേരിട്ടെന്ന്? തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഒരിക്കലും ഗണപതി എന്നുള്ള ദൈവത്തിന്റെ ഞാൻ ചോദിച്ചു അതുകൊണ്ടാണോ ഇട്ടതെന്ന് ചോദിച്ചു. പക്ഷെ അല്ല, എന്താ പറയുക, അതിൻ്റെ ഒരു സംസ്കൃത മീനിങ് ആണ് എനിക്ക് പുള്ളി ഡിറൈവ് ചെയ്ത് തന്നത്. ഗണപതി മീൻസ് ഗണം മീൻസ് കൂട്ടം, പതി മീൻസ് അധിപൻ, ദ ലീഡർ ഓഫ് ദ ഗ്രൂപ്പ്. അതേപോലെ ചിദംബരം ദ കോൺഷ്യസ്നെസ് ഓഫ് സ്പേസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പുള്ളി തന്നെ നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ പേരെല്ലാം പുള്ളിയെ കൊണ്ട് എഴുതിപ്പിക്കാറ്. അതായത് ചിത്രഭാനു, യോഗേശ്വരൻ, ഗൗതം, സിദ്ധാർത്ഥ, അങ്ങനത്തെ കുറെ പേരുകൾ. അപ്പൊ അച്ഛൻ എന്തുവാ ശരിക്കും? അച്ഛൻ ഭയങ്കര വർക്ക് ചെയ്യുന്ന എവിടെയാ? അച്ഛൻ ഗവൺമെന്റ് പ്രസ് ഉദ്യോഗസ്ഥനാണ്. പിന്നെ ഫിലിം ഫീൽഡിൽ തന്നെ ഉണ്ടായിരുന്നു. ടി വി ചന്ദ്രൻ സാറിന്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. ജയരാജ് സാറിന്റെ കോ ഡയറക്ടർ. ഈ പൊന്തമാട ഡാനി ആ ടൈം തൊട്ടേ പുള്ളി വർക്ക് ചെയ്താണ്. ഇപ്പൊ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ഗവൺമെന്റിന്റെ ഡോക്യുമെന്ററീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛൻ ഒരുപാട് വായിക്കും തോന്നുന്നുണ്ട്. അതെ അതെ, ഒരുപാട് വായിക്കും. അതാണ് അച്ഛൻ ഇങ്ങനെ ലൈബ്രറി ഒക്കെ ഉണ്ട് പുള്ളിക്ക്. അതാണ് ശരിക്കും, അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനത്തെ ഒക്കെ പേരൊക്കെ കണ്ടുപിടിച്ചൊക്കെ ഇട്ടത് അല്ലേ? ഒരുപാട് വിവരമുള്ള ഒരു ആദ്യമൊക്കെ സ്കൂളിൽ ഭയങ്കര, കാരണം ഞാൻ ഗണപതി എന്നുള്ള ആദ്യം ഒരു കുട്ടികള് ചെറുപ്പത്തിലൊക്കെ ചെറിയ കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ അത് മാറി. പിന്നെ എനിക്ക് ആ ഒരു പേരിനോടൊരു ആദ്യം ഉണ്ടായിരുന്നു ഇഷ്ടം തോന്നുന്നു. കാരണം ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഗണപതി, അധികം ഇല്ല. അതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഒരുപാട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഫിലിം ഫീൽഡിൽ അച്ഛൻ ഉണ്ടായിരുന്നു. ശരിക്കും അച്ഛൻ വഴിയാണോ ചേട്ടൻ ആദ്യം ഫിലിമിൽ വന്നത്? ചേട്ടൻ ആദ്യം എനിക്ക് തോന്നുന്നു സജി സുരേന്ദ്രൻ ചേട്ടൻ സീരിയൽ ചെയ്യുന്ന ടൈം, അതായത് ഇപ്പം ഫിലിമാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ ആലിപ്പഴം എന്ന് പറഞ്ഞ സീരിയലാണ് ഈ ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, മെയിൻ വില്ലൻ. അപ്പോൾ എന്താ പറയണ്ട, അച്ഛനടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ മകനുണ്ട് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ സഹിച്ചിട്ട് പറഞ്ഞു നമുക്ക് നോക്കാമെന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ അത് പുള്ളിക്ക് ഇഷ്ടമായി. അങ്ങനെ ഞാൻ ഉള്ള ടൈമിൽ ചേട്ടൻ വരെ കാറ് വരികയും കൊണ്ടുപോയി. അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് എനിക്ക് വായിക്കൂടാ. അന്ന് ഞാൻ അച്ഛനടുത്ത് പറഞ്ഞ് എന്താ പറയണ്ട, എനിക്കും ഒരു ദിവസം ഇവിടെ ഒരു കാറ് വരും എന്നെയും വിളിക്കാൻ എന്നുള്ളൊരു അങ്ങനെ ചെറിയൊരു ഭാഷയിൽ. ഞാൻ അഭിനയിക്കുന്നതിന് മുമ്പ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്താ പറയണ്ട, ആര്യ, അനന്തഭദ്രം. ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം വിനോദയാത്ര എന്നാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ എൻ്റെ ഫസ്റ്റ് ഫിലിം സന്തോഷ് ശിവൻ സാറിൻ്റെ ബിഫോർ ദ റെയിൻസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അത് പുള്ളിയുടെ അനന്തഭദ്രത്തിൽ രാജുചേട്ടൻ്റെ ചെറുപ്പം ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി എന്നെ ഈ ഒരു പടത്തിലേക്ക് വിളിക്കുന്നത്. അങ്ങനെ പിന്നെ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യണ്ടായിരുന്നു. എസ് കുമാർ സാറിൻ്റെ മകൻ കുഞ്ഞുണ്ണി ചേട്ടൻ്റെ ബിഫോർ ദ ദി എഗ് എന്ന് പറഞ്ഞിട്ട് അതിലെനിക്ക് ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് അവാർഡ് കിട്ടുകയും പുള്ളിക്ക് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് കിട്ടുകയും. അല്ലല്ല, അതൊരു ഷോർട്ട് ഫിലിമാണ്. ഇംഗ്ലീഷ് മൂവി ചെയ്തില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, സന്തോഷ് ശിവൻ സാറിൻ്റെ ബിഫോർ ദ റെയിൻസ്. അതൊരു 10 ദിവസം മൂന്നാറിലായിരുന്നു ഷൂട്ട്. അത് എൻ്റെ സബ്ജക്റ്റ് വരെ കൊളോണിയൽ പീരീഡിൽ ഈ ഫോറിനേഴ്സ് വന്നിട്ടുള്ള കഥയും ഈ മൂന്നാറിലുള്ള അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. പക്ഷെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി മോൻ ഫിലിമിലേക്ക് വന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷെ ചേട്ടന് ഇതേമാതിരി വന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോഴൊക്കെ ഒരു ചെറിയൊരു കുശുമ്പ് ഉള്ളിനോട്ടുണ്ട്. പിന്നെ നമ്മൾ പൊതുവേ ചിന്തിക്കുമ്പോൾ ഗണപതിക്ക് വെച്ചിട്ട് വേണമല്ലോ ബാക്കി എല്ലാവർക്കും നമ്മൾ കൊടുക്കാനുള്ള ആ ഒരു ചിന്തയും കൂടെ ഉള്ളിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. ഞങ്ങളൊക്കെ പറയുന്നത് ശരിക്കും ഭഗവാനെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഇദ്ദേഹം ചിലപ്പോ അങ്ങനെ അല്ലായിരിക്കും. ചെറുതായിട്ട് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. കണ്ടോ, അത് സത്യം. അപ്പൊ അങ്ങനെ ആയപ്പോ മോൻ വിചാരിച്ചു ആദ്യം ഗണപതിക്ക് വരണതൊക്കെ വന്നിട്ട് ചേട്ടന് വന്നാൽ മതി. അപ്പൊ ഫസ്റ്റ് ടൈം ഈ പറഞ്ഞ പോലെ എങ്ങനെ മോൻ എൻറ്റേർഡ്? അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ദി ഷോർട്ട് ഫിലിംസ് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അല്ല, അതിലേക്ക് വന്ന എങ്ങനെ ആദ്യം അച്ഛന്റെ വഴിയാണോ? അല്ലല്ല, അതിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പരിചയം ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയണ്ട, അച്ഛൻ്റെ തന്നെ സുധീർ ബോസ് എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിൽ ഞാനും അച്ഛനും ഫാദറും സണ്ണൊക്കെ ആയിട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടാണ് കുഞ്ഞുണ്ണി ചേട്ടൻ വിളിക്കുന്നത്. അങ്ങനെ എസ് കുമാർ സാറിൻ്റെ ഫാമിലി ആയിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയും അങ്ങനെ അത് കഴിഞ്ഞ് ഞാനൊരു സ്പോർട്സ് ലോട്ടറിയുടെ ലാൽ സാറിൻ്റെ കൂടെ ഗവൺമെന്റ് സ്പോർട്സ് ലോട്ടറിയുടെ ഒരു പരസ്യം ചെയ്യേണ്ടായിരുന്നു. അതിൻ്റെയും ക്യാമറ എസ് കുമാർ സാറായിരുന്നു. അങ്ങനെയാണ് എസ് കുമാർ സാർ ആ സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നത്, നീ സത്യൻ ചേട്ടനൊക്കെ പോയി കാണാൻ, ഒരു പടത്തിൻ്റെ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സത്യൻ സാറിനെ പോയി കാണുകയും അപ്പം സത്യൻ സാർ ഒന്നും ചോദിച്ചില്ല, ഒന്നും ഓഡീഷനോ മറ്റോ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. നീന്താൻ അറിയാവോ, സൈക്കിൾ ഓടിക്കാൻ അറിയാവോ, ഇതൊന്നും അറിയാന്ന് പറഞ്ഞു. എന്നാ നീ ഫിക്സ് ആന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു വിനോദയാത്ര
എന്ന സിനിമയിലോട്ടൊക്കെ. എന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ചട്ടമ്പി എന്ന് വെച്ചാൽ എല്ലാ നേരം ഓടുവാന്നേ. എന്നതേലൊരു എന്നാ പറയാ കുറുമ്പത്തരം കാണിച്ച് ഒറ്റ ഓട്ടവാ. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, അതിനകത്ത് നമുക്കൊരു ആദ്യമൊക്കെ ഇന്ന കുണ്ടണിയാന്ന് തോന്നിയാൽ പോലും ഇച്ചിരി ഒരു കണ്ണ് നനപ്പിച്ചു അല്ലേ ഇടയ്ക്കല്. കാരണം അത് എനിക്ക് എന്താ പറയുക അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ആ സെറ്റിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം ഭയങ്കര ഫാമിലി ആയിട്ടുള്ളൊരു, അപ്പൊ നമ്മൾ അഭിനയിക്കാനുള്ള ടെൻഷൻ പരിപാടികളൊന്നും ഇല്ല, ഒന്നും വന്നില്ല. ഭയങ്കര ഫ്രീ ആയിരുന്നു. നമ്മളിങ്ങനെ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ചട്ടമ്പിത്തരം കാണിച്ചു. അപ്പൊ അത് ഇപ്പോഴും പക്ഷെ എവിടെയും പോകുമ്പോഴും എല്ലാവർക്കും ആ ഒരു പാലും പഴവും എന്നുള്ള പാട്ടും വിനോദയാത്രയിലെ ക്യാരക്ടർ. ദൈവമേ, അതോ നിർത്താൻ പറഞ്ഞാലും പിന്നെ അതെന്നെ പാടും. നമുക്ക് പാട്ടത് പാടാം. ഓ തീർച്ചയായിട്ടും. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, അങ്ങനെ പാലും പഴവും. അല്ല ഈ പരിപാടി തീരൂല കേട്ടോ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന. അതുകൊണ്ട് ഞാനിപ്പോ പറയാൻ പോരായിരുന്നു മതി, അല്ലെങ്കിൽ പഴയ ഓർമ്മയിലൊക്കെ പോയിട്ടെ എടുക്കും. ഓക്കെ, ദിലീപേട്ടൻ എങ്ങനെയായിരുന്നു? ദിലീപേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ടൈമിൽ നമുക്ക് എന്താ പറയണ്ട, എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് എന്താ പറയണ്ട ഒരു ദിലീപേട്ടനായിട്ടുള്ളൊരു സംഭവം വർക്കൗട്ട് ചെയ്ത് ദിലീപേട്ടൻ അത്ര ഫ്രീ ആയതുകൊണ്ടാണ് നമ്മുടെ അടുത്ത്. പിന്നെ അതുകൊണ്ട് എന്താ പറയുക കോമഡി പറയും. ആ സെറ്റ് ഇന്നസെന്റ് എന്താ പറയുക ഇന്നസെന്റ് അങ്കിളുടെ കോമഡികൾ ഭയങ്കര സെറ്റിൽ ലൈവായിരുന്നു അവരുടെ സംഭവങ്ങളൊക്കെ. പിന്നെ സത്യൻ സാർ എന്നെ സോങ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ പുള്ളി എന്നെ തോളത്ത് കയറ്റി കൊണ്ടുപോയി കൊച്ചായിരുന്നു. അപ്പൊ ഭയങ്കര ഫ്രീ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോയൊരു സിനിമയാണ് അലിഭായ്. എൻറ്റയർലി ഡിഫറെന്റ്. അല്ല അത് ഞാൻ ഒരുപാട് സ്റ്റാർസിനെ ഒരു സെറ്റിൽ കാണുന്ന ഒരു, ഞാൻ അങ്ങനെ ഒരു സെറ്റ് അനുഭവിച്ചിട്ടില്ല. പിന്നെ ആ 2 പടത്തിലും എനിക്ക് എൻ്റെ സ്വന്തം പേരിൽ അഭിനയിക്കാൻ പറ്റി. ഗണപതി എന്നുള്ള ഷായി സാറ് ആ പടത്തിലും എന്താ പറയുക നെറേറ്റ് ചെയ്തതിൽ എൻ്റെ പേര് തന്നെയാണ്, ഇത് ഗണപതി, മാർക്കറ്റിൻ്റെ സ്വന്തം ഗണപതി. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെ പോയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ലാൽ സാറിനെ ആ ടൈമിൽ കാണുന്നത്. പിന്നെ ഒരു 10-20 ആർട്ടിസ്റ്റുകൾ പൊള്ളാച്ചിയിൽ സെറ്റ്. അപ്പൊ ഒരു ഫാമിലി ഇവിടുന്ന് പെട്ടെന്ന് വലിയൊരു മനസ്സിലായി.